വലിയച്ഛൻ മാത്രം വിചാരിച്ച വല്ല നടക്കോ? അറിയില്ല. ഞാൻ ആരുടെ സഹായം വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ അച്ഛനുണ്ടാക്കിയ ഫുഡ് അമ്മ കഴിച്ചില്ലേ? പിന്നെ അച്ഛന്റെ സുഖവിവരം അന്വേഷിച്ചില്ലേ അമ്മ? അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അച്ഛന്റെ പെരുമാറ്റം കാണുമ്പോഴാ ഡൗട്ട്. ചില സമയത്ത് അച്ഛന്റെ നോട്ടൊക്കെ കാണുമ്പോഴേ പേടിയാവും. മൂന്നെണ്ണം ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടാ, ചേട്ടൻ ഞങ്ങളോട് പിണക്കാണോ? പിണക്ക പിള്ളേരായി പോയി. അല്ലെങ്കിൽ മൂന്നെണ്ണത്തിന് ഞാൻ കാലുവാരി നിലത്തടിച്ചാനെ. ആ അവസരത്തിൽ നിന്ന് കാലം മറന്ന മൂന്നെണ്ണം. ഞങ്ങൾ ഡൗട്ട് ചോദിച്ചോട്ടെ? ചേട്ടൻ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നിക്കാനുള്ള പൂതി കൊണ്ടൊന്നും അല്ലല്ലോ, കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയല്ലേ? അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചേട്ടന്റെ സഹായം വേണ്ട. ചേട്ടന് ഞങ്ങൾ തഴഞ്ഞു. അതെ, എന്നെ ആരൊക്കെ തഴഞ്ഞാലും എന്റെ പപ്പ ഉണ്ട് എന്റെ ഒപ്പം, കേട്ടാ? പിന്നെ നിങ്ങൾ ത്രിവേണിനെ കുഞ്ഞമ്മാന്നല്ല വിളിക്കുന്നേ. ഞാൻ ത്രിവേണിനെ കെട്ടി നിങ്ങളെ കൊണ്ട് എന്നെ കൊച്ചാന്ന് ഞാൻ വിളിപ്പിക്കും. അതെന്റെ വാശിയാ. പറഞ്ഞ പൈസ കൊടുത്ത് CCTV ഫുട്ടേജ് ഒത്തിരുന്ന് കണ്ടുപിടിച്ചേക്കണം. അച്ഛനും കൂടെ ആയിരിക്കില്ലേ? ഇല്ല, എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. ഇത് നിങ്ങൾ ചെയ്യണം. ആവണി ചേച്ചിയുടെ ഓഫീസിനടുത്തുള്ള CCTV ഫുട്ടേജ് അല്ലേ ഇത്? അതെങ്ങനെ ചേട്ടന് മനസ്സിലായി? എടാ മോനെ, ഇത് എന്റെ ഐഡിയ. ഞാനാണ് നിങ്ങളുടെ ത്രിവേണി കുഞ്ഞമ്മയ്ക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. ഇതുപോലെ പല പല ഐഡിയാസ് എന്റെ കയ്യിലുണ്ട്. ഇനി ഒരാൾക്കും ഒരെണ്ണം പോലും ഞാൻ പറഞ്ഞു കൊടുക്കൂല. ചെല്ല്, പോയി കുത്തിരുന്ന് കാണും. 19 മണിക്കൂർ ഉണ്ടാവും എന്തായാലും. 50 മണിക്കൂറോ? ആ, പോയിരുന്ന് കാണും. എന്തായാലും നിങ്ങൾ ത്രിവേണി കുഞ്ഞമ്മ കൂടി വിളിച്ചോ. അവളുടെ ഐഡിയ എന്നല്ല പറഞ്ഞ. ചെല്ല്, 4 പേരും കൂടി പോയിരുന്ന് കാണും. പണിവാളി 50 മണിക്കൂറോ? ഇത് നമ്മൾ എന്ന് കണ്ടു തീരാനാ? ചേട്ടൻ ഫുഡ് ഉണ്ടാക്കി തെളിഞ്ഞു കേട്ടാ. നല്ല ഫുഡായിരുന്നല്ലേ? ഞാൻ ഫുഡിന് മാർക്കിടാനല്ല കഴിച്ചത്. എന്താ ചേച്ചി, നല്ലതാണെങ്കിൽ നല്ല എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? ആ, തരക്കേടില്ലായിരുന്നു. കുറച്ച് മരുന്ന് കഴിക്കണം. എന്ത് മരുന്ന്? അഞ്ചു ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ അമ്മ അഞ്ചുവിന് വേണ്ടി മേടിച്ച മരുന്നൊക്കെയാണ്. അന്ന് ആവണിക്ക് നല്ല വിഷമമായെന്ന് എനിക്കറിയാം. എനിക്ക് വിഷമം ആയാലും വിഷമം ആയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ? ആവണി വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷെ നീ വിഷമിച്ച എന്റെ കുഞ്ഞിന് ദോഷമാണ്. അപ്പൊ അത് എന്റെ കൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് നീ ഇതൊക്കെ കഴിക്കണം. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ ഇതൊക്കെ കഴിച്ചേ പറ്റൂ. ത്രിവേണി, നീ മരുന്നൊക്കെ എടുത്ത് കൊടുക്കണം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെ കഴിക്കണ്ടെന്നൊക്കെ. കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജനിക്കണം. കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ അതെന്റെ ആവശ്യമാണ്. ചേച്ചി, ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല. ചേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞോളൂ. വാങ്ങ് ചേച്ചി.
എന്തായി? എന്തെങ്കിലും കിട്ടിയാ? ഇതിലൊന്നും ഒന്നുമില്ല കുഞ്ഞമ്മ, ഞങ്ങൾ കണ്ടു തീരാറായി. നിങ്ങളൊന്നോട് നോക്ക്, ചിലപ്പോ എന്തെങ്കിലും കിട്ടിയാലാ. ഞങ്ങള് മാത്രം കണ്ടിട്ട് എന്താ കാര്യം? കുഞ്ഞമ്മയിരിക്കേ. നീ ആ ലാസ്റ്റ് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തേ. ആ, ഇത് എംപ്റ്റി ആണല്ലോ. സംശയം തോന്നുന്ന ഒന്നും ഈ വിശ്വാസത്തിലില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം ഇരുന്ന് വെറുതെ ആയി. ഇനി അച്ഛനോട് എന്തോരും പൈസ കൊടുത്ത് വാങ്ങിച്ചോന്നല്ലേ? അച്ഛൻ്റെ പൈസ പോയി. നിങ്ങൾ വാ, നമുക്കിത് അച്ഛനോട് പറയാം, എന്നിട്ട് അടുത്ത വഴി നോക്കാം. നിങ്ങൾ ചെല്ല്. പക്ഷെ ഇത് മോഹനേട്ടൻ സത്യസന്ധമായിട്ട് ചെയ്താണെങ്കിലും ചേച്ചിയെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹനൻ ഉണ്ടാക്കിയ ഫുഡും അതേപോലെ തന്നെ പച്ചമരുന്നൊക്കെ ചേച്ചി കഴിച്ചു. ശരിക്കും ഇത് നല്ല കാര്യമാ. വെളിച്ചം പറഞ്ഞ പോലെ വെളിച്ചന്റെ പ്രശ്നം ഒറ്റക്ക് തീർക്കോ? ചേട്ടന്റെ പഴയ ഐഡിയ പോലെയൊന്നുമല്ല, ഇതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അത് നല്ല കാര്യമാ. നിങ്ങൾ വാ, നമുക്ക് എന്തായാലും അച്ഛനോട് പോയി പറയാം. ചെല്ലേ. ഇപ്പൊ പറഞ്ഞ കൊഴപ്പാവോ? ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കാര്യം പറയാം. വാ. അച്ഛാ, നിങ്ങളെ ഞാൻ ഒരു പണി ഏൽപ്പിച്ചല്ലേ, അതെന്തായി? ചെയ്താ? അത് ഫുള്ള് കണ്ടു വച്ചാ. ആ, കണ്ടിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയാ? ഇല്ലേ? ഇല്ല അച്ഛാ. ഒരു ക്ലിപ്പിൽ അച്ഛന്റെ കാർ ഓഫീസിലേക്ക് പോകുന്ന കാണാം, വേറെ ക്ലിപ്പിൽ അച്ഛന്റെ കാർ തിരിച്ചു പോകുന്നതും കാണാം. അതേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അതുകൊണ്ട് കാണിച്ച അച്ഛനാ അത് ചെയ്തെന്ന് തോന്നും. ടാ, ഇനി അത് പറ. വെറുതെ ഇരുന്ന് എൻ്റെ അടുത്ത് വന്ന് ഓരോ ഉണിഷ്ട ഐഡിയയും കൊണ്ട് വന്നിട്ട് മനുഷ്യന്റെ കയ്യിലുള്ള കാശും കളഞ്ഞ് നിനക്കൊക്കെ ഇപ്പൊ സമാധാനമായ. ഇനി നിങ്ങളുടെ ഒന്നും ഒരു ഐഡിയയും വേണ്ട. പുറത്തുനിന്നുള്ള ഐഡിയ എടുക്കലേ നിർത്തി. വെളിച്ചൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. വർക്കൗട്ട് ആവുന്നുണ്ടെന്നോ? എന്ത് വർക്കൗട്ട് ആവണമെന്നു? ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് എന്ത് വർക്കൗട്ട് ആവാൻ? അല്ല, ഇത്രയും നാളാ സ്നേഹം ഇല്ലായിരുന്നല്ലോ. ആ, ഇന്നലെ ഒരു സ്നേഹം ഇല്ലായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് പോലും സ്നേഹിക്കാൻ പാടില്ലേ? അതില്ല. പക്ഷെ അച്ഛനോട് ഒന്നും പറയാൻ പറ്റില്ല. സത്യം പറയാലോ, അച്ഛൻ ഇപ്പം പറഞ്ഞതുപോലെ എനിക്ക് വിശ്വാസമായിട്ടില്ല. എടി, അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കും. അപ്പൊ വാണിയമ്മേന്റെ അടുത്ത് വെളിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ആർക്ക് എന്ത് തെളിയിക്കാൻ? ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കും, അത്രേ ഉള്ളൂ. കള്ളാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പോടാ പോടാ. ഇതുപോലുള്ള മക്കളൊക്കെ ഉണ്ടായ ഞാനൊക്കെ എങ്ങനെ നന്നാവാനാണ്? നിങ്ങളെല്ലാം കയറിപ്പോക്കോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ആദ്യം ഐഡിയ പറഞ്ഞു തന്ന എൻ്റെ ജീവിതം കുളന്തോണ്ട് ഇപ്പൊ ഇതേ കയ്യിലെ പൈസയും കളഞ്ഞു. എനിക്ക് ഇനി നിങ്ങളുടെ സഹായം വേണ്ട. ഒന്ന് പോവോ? നിങ്ങൾ വാ, നമുക്ക് പോയേക്കാം. ഇനി നമ്മൾ കാരണം സമാധാനം നഷ്ടപ്പെടണ്ട. വാ വാ. ഇതെന്താ പോന പതിവില്ലാതെ തറയൊക്കെ തുടങ്ങിന്? ആ, പറയാ. ഇരിക്കി ഇരിക്കി. അച്ഛാ, അച്ഛന് ശരിക്കും വട്ടായോ? വട്ടിന്റെ അച്ഛന്. വാണിയമ്മ ഇംപ്രസ് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നത്.
നാണില്ല അച്ഛാ. അല്ല നിങ്ങളെന്താ നോക്കുന്നേ? അല്ല, ഞങ്ങൾ ഉള്ളിൽ കയറി വന്നപ്പോ എന്താ മോഹനൻ തറ തുടയ്ക്കുന്നതെന്ന് ചോദിച്ചു. ദാ പറയാൻ തിരുത്തിയതാണ്. ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കിഷോറേട്ടാ, ഇതൊരു ഗർഭിണിയുള്ള വീടാണ്. അപ്പൊ വീടൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കണം. ഒന്നില്ലെങ്കിലേ എന്റെ കുഞ്ഞാണ് ആമയുടെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കണത്. അത് സൂക്ഷിച്ച് അവിടെ തുടച്ചിട്ടേക്കണം, നനഞ്ഞിരിക്കുക, പിന്നെ വീഴും. പതുക്കെ വന്നാൽ മതി. ആ ഒന്ന് ആലോചിക്ക കിഷോറേട്ടാ, നമ്മളെന്താ പറഞ്ഞു വന്നത്? ആ, ഈ പിള്ളേരില്ലേ എവിടെയെങ്കിലും ഓടി കിടന്ന് ഉള്ള ചെളിയും ചേറൊക്കെ ആയിട്ട് വന്ന് വീട്ടിൽ കയറ്റിക്കോളും. വൃത്തിയാക്കാൻ നമ്മൾ തന്നെ വേണ്ടേ? സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ അടിക്കും. ഗർഭിണിയുള്ള വീടല്ലേ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാ കുഞ്ഞിനെ ബാധിക്കൂലേ? ഇതുമല്ലേ ഇവർക്കറിയോ? കുഞ്ഞിന് മാത്രല്ല, കുഞ്ഞിന്റെ അമ്മയ്ക്ക് കേടല്ലേ? കേടാണ്. ഓ, കേടാണ്. കുഞ്ഞിന്റെ അമ്മക്കും കേടാണ്. ഈ വീട് മൊത്തം തൂത്തു തുടച്ചിട്ട് വേണം എനിക്ക് അടുത്ത പണി നോക്കാൻ. ആ പിള്ളേരെ, ഞാൻ ഇവിടെ മൊത്തം അടിച്ച് തുടച്ച് ഞാൻ ഇട്ടേക്കാണ്. ഇനി പുറത്തെ മുറ്റത്ത് നിന്നുള്ള ചെളിയും മണ്ണൊക്കെ ആയിട്ട് ഇവിടെ കയറി നടക്കണം. പൊട്ടിക്കും. ആ ശരി അച്ഛാ. പിള്ളേർക്ക് ശ്രദ്ധയൊന്നും ഉണ്ടാവൂലേ? ആ പിന്നെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചേക്കണം. ആ ത്രിവേണി, ആവണി ഭക്ഷണം കഴിക്കണേ നമ്മളെ മരുന്ന് കഴിച്ചായിരുന്നോ? ആ കഴിച്ചേട്ടാ. കുഞ്ഞാരോഗ്യത്തോടെ ഇരിക്കാനുള്ള മരുന്നാട്ടോ. എന്നാ നിങ്ങൾ പോയി കഴിക്ക്. ആ സമയം കൊണ്ട് ബാക്കിയുള്ള സ്ഥലം ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ. അവണേച്ച് മോഹനേട്ടൻ വളരെ കെയറിങ് ആണല്ലോ. വെരി കെയറിങ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പ്രഹസനം എന്നാ പറയാ. അമ്മ, പ്രഹസനമല്ല, ഇത് ജെന്യൂനാ. അതെ, ജെനുവിൻ. നിങ്ങളെന്ത് ഭക്ഷണം കഴിക്കേ, ഞാനിപ്പോ വരാം. നിങ്ങൾ എന്തേ കാണിച്ചു കൂട്ടുന്നത്? എന്തുപറ്റി? ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു ഇതുപോലത്തെ ചീപ്പ് പരിപാടിയും കൊണ്ട് എന്റെ പുറകെ നടക്കരുതെന്ന്. പുറകെ നടന്നോ? ആര് പുറകെ നടന്നു? ഇന്നോ ഇന്നലെയോ ഞാൻ ചെയ്ത തെറ്റൊക്കെ ക്ഷമിക്കണോ ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞോ? അതുമല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിന്റെ വയറ്റിൽ വളരുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നു. അതിനിപ്പോ എന്താ തെറ്റ്? എനിക്ക് അങ്ങനെ നോക്കാൻ പാടില്ലേ? അതിനുള്ള അവകാശം എനിക്കില്ലേ? കിഷോറേട്ടൻ പറ, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടോ എന്ന് കരുതി ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പാടില്ല എന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. അത് മോഹന്റെ കടമയാണ്. കേട്ടല്ലോ, കേട്ടുപടി. എന്നിട്ട് ഇത്രയും കാലം നിങ്ങൾ കുഞ്ഞിന്റെ കാര്യം ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അതെനിക്കൊരു തെറ്റുപറ്റി. മനുഷ്യനല്ലേ, തെറ്റൊക്കെ പറ്റും. അന്ന് നീ എൻ്റെ ഈ കൈപിടിച്ച് കുഞ്ഞിനെ അനക്കം നീ അറിയിച്ചു തന്നില്ലേ? അന്ന് ഞാൻ ചെയ്ത തെറ്റും കുഞ്ഞിന്റെ കാര്യം തിരക്കായിരുന്നതും എല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്നു. ഇത്രയും നാളെ ഞാൻ കുഞ്ഞിന്റെ കാര്യം തിരക്കിയിരുന്നില്ല. ശരിയാണ് എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? എനിക്ക് തെറ്റുപറ്റിയ ആൾക്കാരോട് ആരും ക്ഷമിക്കില്ലേ? ഞാൻ ഇത്രയും നാള് നിന്റെ പുറകെ നടന്ന് ക്ഷമ പറഞ്ഞു പോരെങ്കിൽ ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒന്നുകൂടെ മാപ്പ് പറയാം. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്ന എന്റെ തെറ്റാണ്. ഐ എം സോറി.
ആവണിക്ക് മോഹൻ ഒരു ചാൻസ് കൂടി കൊടുത്തൂടെ? ഇത്രയധികം ക്ഷമ പറഞ്ഞല്ലേ? അതേ ചേച്ചി, മോഹനേട്ടൻ മനസ്സിൽ തട്ടി പറയുന്ന പോലെ എനിക്കും തോന്നിയത്. അങ്ങേര് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു ഫീലിങ്സും തോന്നാത്ത എന്താണെന്നറിയോ? അങ്ങേര് ചെയ്തൊക്കെ അനുഭവിച്ച ഞാനാ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഞാനാ. പിന്നെ അവസരം കൊടുക്കുന്ന കാര്യം, അങ്ങേർക്ക് ഞാനൊരു അവസരം കൊടുത്തിരുന്നു. ഇനി അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല. തല കുത്തിന്നാലും ഇനി ഇവരൊന്നിക്കുന്ന എനിക്ക് തോന്നില്ല കിഷോറേട്ടാ. അച്ഛൻ അത്രയ്ക്ക് അമ്മയടുത്ത് ചെയ്തിട്ടുണ്ടല്ലോ, പോകെ പോകെ ശരിയാവും. ആവണി കുറച്ച് ടൈം എടുക്കട്ടെ. പിന്നെ ഈ മോഹം കാട്ടിക്കൂട്ടുന്നൊക്കെ കുറച്ച് ഡ്രാമ ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ജെന്യൂൻ ആണെന്ന് അറിയില്ലല്ലോ. കിഷോറങ്കിളെ, അച്ഛൻ 100% ജെന്യൂനാ, നോ ഡൗട്ട്. അച്ഛൻ ഇതൊക്കെ ചെയ്യുന്ന നിരപരാധിത്വം തെളിയിക്കാനല്ല, ശരിക്കും അച്ഛൻ കുഞ്ഞിനെ കെയർ ചെയ്യുക. പപ്പ പറഞ്ഞ പോലെ ആവണേച്ചി കുറച്ച് ടൈം കൊടുക്ക്, ശരിയാവും. ചേച്ചി, എടി, നിനക്ക് തോന്നില്ലേ അങ്ങനെ കാണിച്ചൊക്കെ പ്രശ്നമാണെന്ന്? അത് എന്താ തോന്നില്ലേ? ആ തോന്നാം, പ്രശ്നമാണ്. പ്രഹസനമാണ്. ആ അതെ. എടി, നീ നിന്റെ അച്ഛനെ കൂടെ നാടകം കളിപ്പിക്കുന്നല്ലേ? അല്ലമ്മ, ഡാ പറയടാ, നീ ഇതിന് കൂട്ടേക്കുമല്ലേ? ഇനി ഞങ്ങളുടെ ഒരു ഐഡിയ വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തില്ല. എല്ലാത്തിനോടും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങൾ കാണിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്താ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. അമ്മ അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഞാൻ പോവെന്ന് പറഞ്ഞാൽ പോവും. പൊക്കോ, എവിടെന്ന് വെച്ചാ പൊക്കോ. പോകുമ്പോഴേ എന്റെ കൊച്ചിന് എന്റെ കൈ തന്നിട്ട് നീ പോയാ മതി. എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളിടത്തോളം കാലം വരെ, നീ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്ന കാലം വരെ ഞാനിതൊക്കെ ചെയ്യും. അതിപ്പോ നീ നിന്റെ വീട്ടിൽ പോയാലും ഞാൻ അവിടെയും വരും. അതല്ല, ഇനിയിപ്പോ നീ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ അവിടെയും വരും. നീ എവിടെ വേണമെങ്കിലും പോയി നിന്നു, അതെനിക്കൊരു വിഷയമല്ല. പക്ഷെ കുഞ്ഞ്, അതിന് ഞാൻ നോക്കും. കുഞ്ഞിന്റെ അച്ഛനെന്നുള്ള സ്ഥാനം, എന്റെ അവകാശം, അതാരും നിഷേധിക്കില്ലല്ലോ. ത്രിവേണി, ആ ചേട്ടാ, മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കാൻ പറയണം. അടുത്ത ചെക്കപ്പ് ഡേറ്റ് എന്നോട് പറയണം, ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം. ഇതെന്തൊരു കഷ്ടമാണിത്. ചേച്ചി. ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയാന്ന് പറയാനല്ലേ വരുന്നത്? ആ അതെ. അമ്മ, അമ്മയ്ക്ക് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിൽ അമ്മമ്മയുടെ വീട്ടിൽ പോയി നിൽക്കേ, ഞങ്ങളും കൂടെ വരാം. അപ്പൊ അച്ഛനും കൂടെ വരില്ലേ? വരും, നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാം. ഓക്കെ അല്ലേ? അതിപ്പോ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലല്ലേ? അച്ഛന്റെ ഐഡിയ ഒക്കെ കൊള്ളാല്ലേ? ഭീകര ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നത് ഇതെല്ലാം ശരിക്കും കുഞ്ഞിന് വേണ്ടിയെന്നല്ലേ? എന്തായാലും നല്ല ഇമ്പാക്റ്റ് ആണ്. നടക്കട്ടെ. How to care pregnant ladies easily. Here are some ways you can care for a pregnant woman. 1. Be supportive. You can encourage and reassure her, show affection, and help her with routine activities like taking lunch. You can also lend a caring ear and help her explore options. She can aim for 150 minutes of moderate intensity physical activity each week,
starting with mild activities like walking. You can also remind her to fuel. മോന് വിഷമമുണ്ടെന്നറിയാം. ആവണി അവിശ്വസിക്കുന്നതുകൊണ്ട്. ആവണി എന്നെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. കിഷോറേട്ടൻ എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മായ കുറച്ച് ബിസി ആയതുകൊണ്ടാ. മായ വന്ന ഉടനെ. മായ വരാതിരിക്കുകയും ചെയ്യട്ടെ. മായ സത്യം പറയാതിരിക്കുകയും ചെയ്യട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. കിഷോറേട്ടൻ എന്റെ അവസ്ഥയിൽ വിഷമമുണ്ടല്ലേ, കുറ്റബോധം ഉണ്ടല്ലേ? എന്നാ പിന്നെ കിഷോറേട്ടൻ എൻ്റെ കൂടെ വാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയും ഞാനല്ല തെറ്റ് ചെയ്തത്, എല്ലാം ചെയ്ത മായാണ്. പറയാൻ പറ്റോ? അല്ല, അത് വാ കിഷോറേട്ടാ, നമുക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സത്യം പറയാം. ഞാൻ പറഞ്ഞ് ശരിയാവില്ല മോന. അത് മായ തന്നെ ആവണിയോട് പറയും. അപ്പൊ നിങ്ങക്ക് വയ്യ, സത്യം പറയില്ല, പക്ഷെ കുറ്റബോധം ഉണ്ട് അല്ലേ? വെള്ളിച്ചൻ എല്ലാരോടും ദേഷ്യപ്പെടുവാണോ? അച്ഛന്റെ പുതിയ പ്ലാൻ ആയിരിക്കും. അതെ, എനിക്കാരും സഹായവും വേണ്ട, സഹതാപവും വേണ്ട. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്തൊരവസ്ഥയാണ്. അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയല്ലേ? എനിക്ക് സത്യം പറയാൻ പറ്റില്ല മക്കളെ, എന്റെ സ്ഥിതി അതാ. അതെന്താ സത്യം പറയുന്ന സാധനം ഊരി വെച്ചേക്കാണോ? ഹാ, ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ. എന്റെ സത്യം പറയുന്ന സാധനം മാത്രമല്ല, എന്റെ ജീവനും മായ ഊരി വെക്കും. എനിക്ക് അതിനൊന്നും ഇനി വയ്യ. ഒരു കുടുംബം നഗർന്നിട്ട് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സന്തോഷിക്ക്. അച്ഛന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാവുക. അതിന്റെ ഉത്തരവാദി അങ്ങളും കൂടിയാ, അതങ്ങൾ മറക്കണ്ട. വാ. ശരി, ഇതെല്ലാം കൂടി എന്റെ നിലയിലായപ്പോ ഞാൻ